ഹലോ. അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി വിഷു. അപ്പോൾ വിഷു ആയിട്ട് ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവുകയാണ്. ബിജീഷിൻ്റെ വീട്ടിൽ ഇന്നലെ രാത്രിയാണ് എത്തിയത് വിഷു ആയിട്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഒരു 11 മണിക്ക് ഇറങ്ങി, ഒരു 11:30 ആയപ്പോഴേക്കും ഞാൻ അവിടെ എത്തിയിട്ടോ. ഓട്ടോയിലാണ് പോയത്. കോട്ടക്കൽ പാണ്ടമംഗലാണ് കേട്ടോ വീട്. ബിജീഷിന്റെ കൂടെ അവരൊരു ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ട്. സിമി എന്ന പേര്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഏതായാലും ഞാൻ വീടെത്തി. അമ്മ പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ എന്നെ കണ്ടപ്പോ ഒരു ടാറ്റോ ഒക്കെ തരികയാണ് കേട്ടോ. അപ്പൊ ഞമ്മക്ക് വീടിന്റെ ഉള്ളിലോട്ട് പോയി നോക്കാം കേട്ടോ. സിമിനെ ഞാൻ ആദ്യമായിട്ട് കാണാണ്. ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. നല്ല കമ്പനി ആയിട്ടോ. ഹാപ്പി വിഷു പറയൂ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു പറയാ. ഇതാണ് കേട്ടോ ബിജീഷിന്റെ അച്ഛനും ചേച്ചിയും. ചേച്ചിന്റെ വീട് ഇവിടുത്തെ തൊട്ടടുത്ത് തന്നെയാണ്. വിഷു ആയപ്പോൾ എല്ലാവരും ഇവിടെയാണ് കേട്ടോ. അപ്പൊ രസം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ബിജീഷിന്റെ അമ്മ. അടുക്കളയിൽ തകൃതായിട്ടുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബിജീഷ് നന്നായിട്ട് പാടും കേട്ടോ. അപ്പൊ ബിജീഷിന്റെ കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിക്കുമെന്ന് കരുതിയിട്ട് ഒത്തിരി ഭാഗം ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് അങ്ങോട്ട് ഇട്ടതാണ് കേട്ടോ. നമുക്ക് സദ്യ കഴിച്ച് തുടങ്ങാം. ഇലക്കെ ഇട്ട് എല്ലാ കൂട്ടാനും കാര്യങ്ങളും എല്ലാം അതിലിട്ട് ചോറും ഒക്കെ കൂട്ടി അടിപൊളി ഒരു സദ്യയാണ് കേട്ടോ കഴിച്ചത്. സത്യം പറയാലോ, സദ്യ സൂപ്പറായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. അത്രയും ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടം അവിയലാണ്. എല്ലാം ഒരുപാട് നന്നായിട്ട് ആസ്വദിച്ച് സൂപ്പറായിട്ട് കഴിച്ചു. പിന്നെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറേ നേരമൊക്കെ അവിടെ ഇരുന്ന് പിന്നെ കുറേ കഴിഞ്ഞിട്ട് ശേഷം പായസമൊക്കെ കുടിച്ച പായസം പിന്നെ പറയണ്ട, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പം ബിജീഷിന്റെ ഫ്രണ്ട് സിമി തിരുവനന്തപുരത്താണ് വീട് കേട്ടോ. അപ്പോൾ ഇവിടെ എറണാകുളത്താണ് ഇപ്പോൾ വർക്ക് ചെയ്യണത്. ഇതാണ് കേട്ടോ സിമി. അങ്ങനെ നമ്മളെ ഫ്രണ്ട് അരവിന്ദൻ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഇരുന്ന് അടിപൊളിയായിട്ട് സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിജീഷാണ് കേട്ടോ വീഡിയോ എടുത്ത് തരണത്. അവൻ പിന്നെ നന്നായിട്ട് ആ ഒരു നല്ല രീതിയിൽ തന്നെ വീഡിയോ എടുത്തു തരും. ഒരു സകലകലാ വല്ലഭനാണ് ബിജീഷ്. ഒന്ന് കൊണ്ടുപോകാനോ പൊളിയല്ലേ? സദ്യയൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ഒരു 1.5 മണിക്കൂറോളം അവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരുന്ന് പിന്നെയാണ് കേട്ടോ പായസം കുടിച്ചത്. നല്ല ചെറുപയർ പായസമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറയാലോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. 2 ഗ്ലാസ് ഞാൻ കുടിച്ചു. വേറെ നല്ല ദമ്മായിരുന്നു. പിന്നെ അതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് താങ്ങണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊന്നും ഞാൻ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അതെല്ലാം കൂടെ ജഗബോഗായിട്ടുള്ള സംസാരിക്കുന്നത്. അതാണ് ഞാൻ പിന്നെ അവിടെ വോയിസ് ഓവർ കൊടുക്കണം. പിന്നെ പായസമൊക്കെ കുടിച്ചു. പിന്നെ അവിടെ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്നുറങ്ങി. അരവിന്ദൻ ഒരു ഭാഗത്ത് കിടന്നു, ബിജീഷ് ഒരു ഭാഗത്തൊക്കെ കിടന്നിറങ്ങി. അങ്ങനെ ഒരു മയക്കം അങ്ങോട്ട് ഫുള്ളാക്കി കേട്ടോ. നല്ല രസമായിരുന്നു. അപ്പം എല്ലാവരുടെ വിഷും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ.